ഹിന്ദി ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വാക്കുകൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദി ഭാഷ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ സീറോയിൽ നിന്ന് ആരംഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഒന്ന് എവിടെയാണ്, എവിടെയാണ് എങ്ങനെ ഹിന്ദി പറയാ, എങ്ങനെയാണ് പറയാ? കഹാ, കഹാ. അതിനെ കിതർ എന്നും പറയാറുണ്ട്, രണ്ടും പറയും. പക്ഷെ കൂടുതൽ ഇവർ കഹാ, കാരണം ഇതൊരു മീഠി സബാൻ എന്ന് പറയും. എന്നാൽ മാധുര്യമേറെ സ്വീറ്റ്സ് ആണ് ഈ ഭാഷ. അതുകൊണ്ട് തന്നെ എത്രത്തോളം സോഫ്റ്റ് വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഭംഗി. കഹാ. ഓക്കെ, അപ്പം എവിടെയാണ്? ആപ് കഹാ ഹേ, താങ്കൾ എവിടെയാണ്? മേരെ മൊബൈൽ കഹാ ഹേ, മേരെ മൊബൈൽ കഹാ ഹേ പറയണമെന്നില്ല. മൊബൈൽ കഹാ ഹേ, ഖാന കഹാ, ബേട്ട കഹാ, ഘർ കഹാ, ഇത്രയേ ഉള്ളൂ. കഹാ, എവിടെയാണ്. ഇനി എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ കഹാൻസേ, കഹാൻസേ. ഒരാൾ നിങ്ങൾ പരിചയപ്പെടുന്നു എയർപോർട്ടിൽ വെച്ച് അല്ലെങ്കിൽ വഴിയിൽ വെച്ച്, ആ കഹാൻസേ, നിങ്ങൾ എവിടുന്നാ, എവിടുന്ന? നിങ്ങൾക്കൊരു ഒരാളൊരു സാധനം തന്നു, എന്തെങ്കിലും ഭക്ഷണം തന്നു. ആ സമയത്ത് ഈ കഹാൻസേ, ഈ ഹോട്ടൽസേ, യാ ഘർസേ. അപ്പോൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുക, കഹാൻസേ, കഹാൻസേ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ കിതർസേ. ഓക്കെ, അതേപോലെ തന്നെ ഒരാൾ നടന്നു പോവാണ്, എങ്ങോട്ടാ? കഹാൻകു എന്നാണ്. പക്ഷെ കഹാന്ന് ചോദിച്ചാൽ മതി. കിതർ, ആ കിതർ ജാരേ, കഹാൻ ജാരേ, കഹാൻകു എന്ന് പറയണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ ചുരുക്കി പറയാണ്, ഈ കഹാ എന്ന് പറയുന്നത് കഹാ എവിടെയാണ് എന്നാണ്. കഹാ. ഇനി ഏതുവരെ? കഹാൻ തക്, കഹാൻ തക്, ഏതുവരെ അങ്ങനെയും പറയും കഹാ. ഓക്കെ, ഇങ്ങനെ യഹാ എന്നാൽ ഇവിടെ എന്നാണ്, വഹാ എന്നാൽ അവിടെ എന്നാണ്. കഹാ എവിടെ. ഇതവിടെ മലയാളത്തിലൊന്നും ഇല്ലാത്തൊരു ശൈലിയാണ്. യഹാ, വഹാ, കഹാ. യഹാ ഇവിടെ, വഹാ അവിടെ, കഹാ എവിടെ. അപ്പോൾ യഹാ നെയ്യേ തോ കഹാ ഹേ, യഹാ നെയ്യേ ഇവിടെ അല്ലല്ലോ, തോ എന്നാൽ കഹാ ഹേ, എവിടെയാണ്. ഓക്കെ, അപ്പോൾ കഹാ, അഭി കഹാൻ ജാന, നമ്മളെപ്പോൾ ഇവിടെ എങ്ങോട്ടാ പോവാ? ഹം കഹാൻ ജായെങ്കെ, നമ്മൾ എങ്ങോട്ടാ പോവാ? കഹാ. കഹാൻ സെ ആരേ, എവിടുന്നാ ഇത് വരുന്നത്? ഈ ഗാഡി കഹാൻ സെ ആരേ, ഈ വണ്ടി എവിടുന്നാ വരുന്നത്? ഇങ്ങനെ നമുക്കൊരു ചോദ്യം, ഒറ്റ ചോദ്യവാക്കാണ് നമ്മൾ പഠിച്ചത് കഹാ. അതിനെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പം നിങ്ങളുടെ നാവിൽ ഇതിങ്ങനെ എളുപ്പത്തിൽ വരും. ഓക്കെ, ധന്യവാദം.